റോഡിലൂടെയാണാടാ സൈക്കിൾ ഓടിക്കുന്നേ. ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, വെറുതെ എന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. ചേട്ടാ ഇന്നത്തെ കേരള അതെന്താ നാളെ കേരളമില്ലേ? കൊച്ചിനെയാണല്ലോ നോക്കണേ അമ്പിളിമാമൻ. അങ്ങയുടെ ചക്കര മുത്താണത്. അമ്മാവൈ നിനക്കാതെ ഉയിരില്ലയേ, അമ്മാവൈ വണങ്ങാതെ ഉറവില്ലയേ. ഓ ഈ പ്രാക്കളൊക്കെ രാത്രി ഉറക്കമില്ലേ? ഇങ്ങനെ പോയത് എവിടെ ചെന്നെത്തൂടെ? ഇങ്ങനെ വേ വെഞ്ഞാറ് കൊടുത്തും ഇങ്ങനെ വേ കൊലിയെ കൊടുത്തും. നിങ്ങൾക്ക് എവിടെ പോകല? Same to you. അച്ഛന്റെ ഈ ഒടുക്കത്തെ കുടി നിർത്താതെ ഈ കുടുംബം നന്നാവില്ല. ഉദാഹരണത്തിന് ഇന്ന് ഇവിടെ നേന്ത്രപ്പഴില്ല. അതൊക്കെ പോട്ടെ, എനിക്കിടാൻ നല്ലൊരു പാന്റ് ഉണ്ടോ, ഷർട്ട് ഉണ്ടോ, ഷൂ ഉണ്ടോ? അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല. എങ്ങോട്ടാ നേരം വെളുക്കണൊക്കെ പോയി ഓട്ടമൊക്കെ ഓടിയത്? ഞങ്ങൾ ഓടാൻ പോയതാ. അതെന്തിനെങ്കിലും ഓടുന്ന ഞങ്ങൾ തന്നെ പോലെയല്ല, വെളുപ്പിന് എഴുന്നേറ്റ് ഓടും. ശരീരം നോക്കുന്നവരാ. അത് മനസ്സിലായി. ഏതോ ഒരു കൊച്ചമ്മയുടെ ശരീരം നോക്കിയിട്ട് ഓടി വന്ന വഴിയാണ്. സഹോ വല്ലതും അറിയാമോ? ഞാനൊരു മാങ്ങത്തിലും പഠിച്ചിട്ടില്ല. സഹോ ക്ലാസ്സിൽ കയറാതെ മതിലിയാളിയും മാത്തയിൽ ഇറങ്ങും സകല ഉറപ്പുകൾക്ക് നടന്നാലും അവസാനം പരീക്ഷ വരുമ്പോ ഫുൾ മാർക്ക് മേടിക്കുന്നിടത്തിന് എല്ലാ കൂട്ടുകാരുടെ ഇടയിലും ഉണ്ടാവും. നമ്മുടെ കൂട്ടത്തിൽ അത് ആരാന്നറിയാമോ? ആരാണ്? ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടി ചത്തേനെ. ഇയാളെ പോയി പറയും. കാലം കാരണം മനുഷ്യന്റെ കൈയുടെ കൊഴുതെറ്റിയിരിക്കുക. വെള്ളം ഇറക്കാൻ പറ്റത്തില്ല. വേറെ പണിയുണ്ട്. ഇയാൾ പോയേ. നീ ഇതെന്ത് ഇത് വെച്ചാണ് തല കൊടുത്തുന്നു? തല തോണത്തുന്നു. ഇന്നെന്താ കാണിക്കുക? വടിക്കാരി ചെപ്പിക്കാരി ഇന്ത്യ വരച്ചു കൊടുക്കണം. അതിനെന്തിനുള്ള എണ്ണയെല്ലാം കൂടെ വാരിപ്പത്തുന്നു. പിന്നെ മണ്ണെണ്ണ തേച്ച് അച്ചടിക്കാൻ പറ്റും. ഈ പറയുന്നല്ലോ നീ കേൾക്കുന്നുണ്ടോ? നീ 2 രൂപ വെച്ചൊന്നും കൊടുക്കൂ. അതിന് 5 രൂപയ്ക്കകത്ത് ഇന്ത്യ ഇല്ലല്ലോ. ഇത് ഭൂമിയല്ലേ? ഇന്ത്യ പിന്നെ ഭൂമിയിലല്ലേ? ഒന്ന് മൂത്രം ഒഴിക്കാൻ പോണം. പിടിക്കണോ? ഞാൻ പിടിച്ചോളാം, കൂടെ വന്നാൽ മതി. എത്ര ദിവസം കൊണ്ട് റെഡി ആവുന്നു? ഇപ്പം 3 ദിവസം കൊണ്ട് നമുക്ക് റെഡിയാക്കാം. പിന്നെ 3 ദിവസം. ഇവിടെ സാധാരണ 21 ദിവസം കൊണ്ടാണ് തീർന്നത്. നമ്മളത് 3 ദിവസം കൊണ്ട് നിങ്ങൾ സാധനം റെഡിയാക്കി. ഇവിടെ ഇത് സംഭവം തുടങ്ങി നമ്മൾ ഇത് കോടയിടും. കോടയിട്ട് 3 ദിവസം ഇത് കലത്തിനകത്തിട്ട് നമ്മൾ വാറ്റും. ഇതിൻ്റെ നീരാവിയാണ് നമ്മൾ കുടിക്കുന്നത്. ഇവിടുത്തെ സാധാരണ കള്ള വാറ്റിയൊരു വിരലിങ്ങനെ കത്തിച്ചിട്ട് കാണിക്കൂലേ, ഒറിജിനലാണത് കാണിക്കാൻ. നമ്മളങ്ങനെയല്ല. സ്പിരിറ്റില്ലേ ഞാൻ വാറ്റണത്. ഫുൾ സ്പിരിറ്റ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ തലയിൽ ഇങ്ങനെ മുക്കും തല സ്പിരിറ്റിൽ. എന്നിട്ട് ലൈറ്റർ അടിച്ചു കൊടുക്കും. ലൈറ്റർ അടിച്ചു വെച്ച് 3 ദിവസം നിന്ന് തല കത്തും. പിന്നല്ലേ അണ്ണന്റെ പേരെന്തോ? കള്ള് രാമേന്ദ്രൻ. കള്ളു രാമേന്ദ്രൻ, അതായിരിക്കും നല്ല. അയ്യോ മോളെ, അപ്പാപ്പന് ഇരിക്കാ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മോളെ. അപ്പാപ്പന് ഈ മുഖക്കുരുന്റെ അസുഖണ്ട്. ആ മുഖക്കുരു തെറ്റി മൂട്ടില വന്നത്. ഹാജരും വിളിച്ച് ക്ലാസ്സും തുടങ്ങി. ഒരുത്തം വരുന്ന വരവ് കണ്ടവാ.
സാർ ഇന്നലെ വന്നില്ലല്ലേ? അപ്പൊ ഞാൻ ഇന്നലെ വരാത്തതാണ് കുഴപ്പമായതല്ലേ? നീ എന്തെങ്കിലും സമയത്തിന് വന്നിട്ടുണ്ടോടാ? ഞാനൊന്നും സമയത്ത് തന്നെ നീ സമയത്തിന് വന്നിട്ടില്ല. സമയത്താ വരുന്ന. ഇപ്പൊ സമയം 10:30 കഴിഞ്ഞറിയാമോ? അത് സമയല്ലേ? സാറേ വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാ? ഇതിലൊന്നും എനിക്കറിയാൻ പാടില്ല. സ്ത്രീകളെ ഞാൻ തല്ലാറില്ല, പക്ഷെ ഇതുപോലെ ചിരിക്കുന്നവന്മാരെ ഞാൻ വെറുതെ വിടാറുമില്ല. കമന്റ് അടിച്ചിട്ട് ചിരിക്കുന്നവടാ കള്ളക്കളവാ. ചിരിക്കടാ, ധൈര്യം ഉണ്ടെങ്കിൽ ചിരിക്കടാ. നിനക്കൊക്കെ എന്നെ ശരിക്കും അറിയാൻ പാടില്ല. എടാ നീയൊക്കെ ബോംബെയിലെ അധോലോകമായ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടാ? ഞാൻ കേട്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. എന്താടാ അണ്ണാ ഇനി പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകൂ. സത്യം ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഫുൾ ചെലവ് എന്റെ വക. കൊണ്ടുപോകാൻ